സോ സസ്റ്റൈനബിൾ urbanization. സോ urbanization നമ്മൾ ഉദ്ദേശിക്കുന്നത് മൂവ്മെന്റ് ആണ്, പീപ്പിളിന്റെ മൂവ്മെന്റ് ആണ് ടു സിറ്റീസ് ഇൻ സെർച്ച് ഓഫ് ജോബ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേർപ്പസിനായിക്കോട്ടെ. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായി ഈ urbanization എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാന്ന് പറയാൻ പറ്റും. അതായത് വേൾഡ്, നമ്മളിപ്പം ചുറ്റും ലോകം നോക്കുവാണെങ്കിൽ വേൾഡ് ഈസ് ബിക്കമിങ് മോർ അർബൻ വിത്ത് മോർ ആൻഡ് മോർ പീപ്പിൾ മൂവിങ് ഫ്രം റൂറൽ ഏരിയ ടു അർബൻ ഏരിയ. സോ മോർ ആൻഡ് മോർ പീപ്പിൾ മൂവിങ് ടു റൂറൽ ഏരിയ നിന്ന് അർബൻ ഏരിയയിലേക്ക് മൂവ് ചെയ്യുന്ന എന്നുള്ള സമയത്ത് നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്, ഒരു urbanization അവിടെ നടക്കുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റും. സോ ആ urbanization എങ്ങനെയാണ് ഒരു സസ്റ്റൈനബിൾ ആക്കുന്നത്, അങ്ങനത്തെ കുറച്ച് ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഉള്ളിൽ പഠിക്കാൻ പോകുന്നത്. സോ ദർ ആർ സം റീസൺസ് എന്തുകൊണ്ട് ആൾക്കാർ അല്ലെങ്കിൽ പീപ്പിൾ വൈ ദേ ആർ മൂവിങ് ഫ്രം റൂറൽ ഏരിയ ടു അർബൻ ഏരിയ. അങ്ങനെ നോക്കുവാണെങ്കിൽ അത് നമുക്ക് രണ്ട് ഫാക്ടറായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട് ആൾക്കാർ റൂറൽ ഏരിയയിൽ നിന്ന് അർബൻ ഏരിയയിലേക്ക് മൂവ് ചെയ്യുന്നു ചോദിച്ചാൽ രണ്ട് ഫാക്ടേഴ്സ് ആണെന്ന് പറയാം. ചിലത് പുഷ് ഫാക്ടർ ആയിരിക്കും, ചിലത് പുഷ് ഫാക്ടറാണ്. അതായത് ഈ പുഷ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു നെഗറ്റീവ് ഫാക്ടറാണ്. കാരണം അവരെ സാഹചര്യം കൊണ്ട് അവർ പോകുന്നതാണ്. ദാറ്റ് ഈസ് ദ ഫാക്ടർ ദാറ്റ് എൻകറേജ് പീപ്പിൾ ടു ലീവ് റൂറൽ ഏരിയ. നെഗറ്റീവ് റീസൺ ആണ്. അതായത് അൺഎംപ്ലോയ്മെന്റ് അങ്ങനത്തെ കേസൊക്കെ വരും അല്ലേ. നമ്മളെ ജോബ് ഓപ്പർച്യൂണിറ്റി നേരാൻ വേണ്ടി ഇല്ല, അതേപോലെ തന്നെ നല്ല ഹെൽത്തിന്റെ ഫെസിലിറ്റീസ്, ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഇല്ലെങ്കിൽ അങ്ങനത്തെ കേസിലൊക്കെയാണ്. അതൊക്കെ ആ ഒരു കേസൊക്കെ നമുക്ക് എന്താ പറയുക, ദാറ്റ്സ് എ പുഷ് ഫാക്ടർ എന്ന് പറയാം. നെക്സ്റ്റ് പുൾ ഫാക്ടറാണ്. പുൾ ഫാക്ടർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് റീസൺസ്. അതായത് ഇപ്പം നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് നല്ല സാലറി പാക്കേജ്, മോർ ഓപ്പർച്യൂണിറ്റി, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഈ പറഞ്ഞ പോലെ പീപ്പിളിനെ അട്രാക്ട് ചെയ്യും to shift to urban areas. So factors that attract people to urban areas are the pull factor, and factors that encourage people to leave rural area are the push factor. രണ്ട് ഫാക്ടേഴ്സ് ആണ്, ഒന്ന് പുഷ് ഫാക്ടറും നെക്സ്റ്റ് പുൾ ഫാക്ടറും. So, however, there may be many challenges such as congestion, the lack of fund to provide basic services, shortage of adequate housing, poverty, deterioration, etc. This do exist in cities. അതായത് നമ്മളിപ്പം പറഞ്ഞ പോലത്തെ റൂറൽ ഏരിയയിലെ റൂറൽ ഏരിയ നമ്മൾ അർബൻ ഏരിയയിലേക്ക് മാറുന്ന സമയത്ത് അവിടെ കൺജഷൻ ഉണ്ടാവും, അതേപോലെ തന്നെ ഹൗസിംഗ് ഫെസിലിറ്റീസ് ഒന്നും ഷോർട്ടേജ് ഉണ്ടാവും. സോ ദിസ് ഡു എക്സിസ്റ്റ് ഇൻ സിറ്റീസ് അലോങ് വിത്ത് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. ലൈക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടി അവിടെ എന്തൊക്കെയുണ്ട്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതുപോലെ ബെറ്റർ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഉണ്ടാവും, ബെറ്റർ എഡ്യൂക്കേഷൻ ഫെസിലിറ്റി ഉണ്ട്, അതുപോലെ ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. ഇങ്ങനത്തെ കുറച്ച് നെഗറ്റീവ്സും ചലഞ്ചസ് ഉണ്ടെങ്കിൽ കൂടി, ലൈക്ക് ചലഞ്ചസ് ലൈക്ക് കൺജഷൻ ഉണ്ടാവും. കുറെ ആൾക്കാർ അർബൻ ഏരിയ എന്ന് പറയുമ്പോൾ തിക്ലി പോപ്പുലേറ്റഡ് ആവാം, അല്ലെങ്കിൽ അവിടെ എന്താ പറയുക അക്കോമഡേഷൻ കൂടുതലാവാം റൂറൽ ഏരിയനെക്കാട്ടി നോക്കും സമയത്ത്. സോ കൺജഷൻ ഉണ്ടാവും. അത് കൺജഷൻ ഉണ്ടെങ്കിൽ തന്നെ അവിടെ ലാക്ക് ഓഫ് ഫണ്ട് ഉണ്ടാവും. ബേസിക് സർവീസസിന് നമുക്കിപ്പം നമുക്ക് കിട്ടുന്ന സാലറി മതിയാവാണ്ടിരിക്കും. ഇപ്പൊ ദുബായ് പോലെ നോക്കുവാണെങ്കിൽ എക്സ്പെൻസീവ് സിറ്റിയാന്ന് പറയുന്നുണ്ട്. സോ അങ്ങനത്തെ കേസ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ബേസിക് സർവീസസ് വാങ്ങാനുള്ള ഫണ്ടും നമുക്ക് മതിയായി എന്ന് വരില്ല. ഇപ്പം വി ആർ ലിവിങ് ഇൻ അർബൻ ഏരിയ. റൂറൽ ഏരിയയിൽ നോക്കുമ്പോൾ നമുക്ക് ചിലവ് കുറച്ച് ജീവിക്കാൻ പറ്റും, പക്ഷെ അർബൻ ഏരിയയിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് അങ്ങനെ ആവില്ല. നമുക്ക് ബേസിക് സർവീസിന് പോലും നമ്മളെ നല്ല ഒരു എമൗണ്ട് കൊടുക്കേണ്ടി വരും, നല്ല ഫണ്ട് വേണം ടു live in urban areas. And shortage of adequate housing also is one of the challenge that are faced in urban area. പിന്നെ പോവർട്ടി ഉണ്ടാവും, അതുപോലെ ഡിറ്റീരിയേറ്റിംഗ് എൻവയോൺമെന്റ് എക്സെട്ര. റൂറൽ ഏരിയയിലെ പോലെ അത്ര നല്ല എൻവയോൺമെന്റ് കണ്ടീഷൻ ആയിരിക്കില്ല, പൊല്യൂഷൻ ഉണ്ടാവും. അങ്ങനത്തെ മെനി ഫാക്ടേഴ്സ് വിൽ ബി ദർ ഇൻ ദ അർബൻ ഏരിയ. സോ ഇത്രയൊക്കെ ചലഞ്ച് ഉണ്ടെങ്കിൽ കൂടി ഈ പറഞ്ഞ സിറ്റീസിൽ അല്ലെങ്കിൽ അർബൻ ഏരിയയിൽ ദർ ആർ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ബെറ്റർ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, എഡ്യൂക്കേഷൻ ആൻഡ് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് എക്സെട്ര. ഓക്കെ, സോ നമ്മൾ ഈ പറഞ്ഞ ഈ എവല്യൂഷൻ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് അർബൻ സ്റ്റെബിലിറ്റിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ 4 പില്ലേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. 4 പില്ലേഴ്സ് ആ എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ട്, അതേപോലെ സോഷ്യൽ ഡെവലപ്മെന്റ് ഉണ്ട്, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് എൻവയോൺമെന്റ് മാനേജ്മെന്റ്, ആൻഡ് ഫോർത്ത് വൺ എഫക്റ്റീവ് അർബൻ ഗവർണൻസ്, പൊളിറ്റിക്കൽ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ സസ്റ്റൈനബിൾ അർബനൈസേഷൻ അല്ലെങ്കിൽ അർബൻ സസ്റ്റൈനബിലിറ്റി എന്ന് പറയാം. അർബൻ ഏരിയയുടെ സസ്റ്റൈനബിലിറ്റി നമ്മൾ ഈ 4 പില്ലേഴ്സിന്റെ മേലെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 4 പില്ലേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഈ അർബൻ സ്റ്റെബിലിറ്റി നമ്മൾ പറയുന്നത്. ഒന്ന്, ഈ അർബൻ സ്റ്റെബിലിറ്റി അതായത് നമ്മൾ ഈ അർബൻ ഏരിയ സ്റ്റേബിൾ ആണെന്ന് പറയണമെങ്കിൽ ഈ 4 പില്ലേഴ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പറയുന്നത്. അവിടെ എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടോ നോക്കും, അതുപോലെ സോഷ്യൽ ഡെവലപ്മെന്റ് ഉണ്ടോ നോക്കും, എൻവയോൺമെന്റ് മാനേജ്മെന്റ് ഉണ്ടോ നോക്കും, പിന്നെ എഫക്റ്റീവ് അർബൻ ഗവർണൻസ് ഉണ്ടോ എന്ന് കൂടി നമ്മൾ നോക്കും. ഓക്കെ, സോ
ഈ ടേബിൾ ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്നത് പുഷ് ആൻഡ് പുൾ ഫാക്ടറാണ്, വിച്ച് ലീഡ്സ് ടു മൈഗ്രേഷൻ. മൈഗ്രേറ്റ് ചെയ്യാനുള്ള പുഷ് ഫാക്ടറും പുൾ ഫാക്ടറുള്ള ടേബിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മളെ വേൾഡിന്റെ അർബൻ ഏരിയ എന്ന് പറഞ്ഞാൽ ഒക്യുപ്പൈ ചെയ്യുന്നത് ജസ്റ്റ് 2% ഓഫ് എർത്ത് ലാൻഡ് ആണ്. ബട്ട് അക്കൗണ്ട് ഫോർ 60-80% ഓഫ് ഗ്ലോബൽ എനർജി കൺസപ്ഷൻ. അതായത് നമ്മളെ വേൾഡിലെ ടോട്ടൽ എർത്ത് ലാൻഡിൻ്റെ അകത്ത് 2% മാത്രമേ അർബൻ ഏരിയയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അർബൻ ഏരിയ അതായത് അർബൻ ഏരിയ ഒക്യുപ്പൈ ചെയ്യുന്നത് ജസ്റ്റ് ഓൺലി 2% ആണ്. ബട്ട് ഈ 2% തന്നെ 60-80% ഓഫ് ഗ്ലോബൽ എനർജി കൺസപ്ഷൻ നടക്കുന്നുണ്ട്. ആൻഡ് 75%, അതായത് ഈ 2% തന്നെ അർബൻ ഏരിയ ആണ് എങ്കിൽ അവിടെ 60-80% എന്ത് നടക്കുന്നുണ്ട്, ഗ്ലോബൽ എനർജി കൺസ്യൂം ചെയ്യുന്നുണ്ട് ഈ 2%. അതേപോലെ തന്നെ എനർജി ഗ്ലോബൽ എനർജി കൺസപ്ഷൻ നടക്കുന്നുണ്ട്. 60-80% ഗ്ലോബൽ എനർജി അത് കൺസ്യൂം ചെയ്യുന്നുണ്ട് ഈ 2% തന്നെ. അതുമല്ല, അതിൽ 75% ഓഫ് കാർബൺ എമിഷനും ഉണ്ട്. 75% ഓഫ് എമിഷൻ ഓഫ് കാർബൺ, അല്ലെങ്കിൽ കാർബൺ എമിഷനും ഈ പറഞ്ഞ 2% പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ദേ ഹൈ ഡിഗ്രി ഓഫ് കോംപ്ലക്സ് സോഷ്യോ എൻവയോൺമെന്റ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഓർ നമുക്കിവിടെ അതുകൊണ്ട് എന്ത് പറയാൻ നമുക്ക്, ദർ ഇസ് എ ഹൈ ഡിഗ്രി ഓഫ് കോംപ്ലക്സ് സോഷ്യൽ എൻവയോൺമെന്റ് existing in urban area, making it towards the sustainability path, making it to transform it towards the sustainability path. സോ നമുക്കിവിടെ പറയാം അതായത് ഈ സോഷ്യൽ എൻവയോൺമെന്റിനെ നമുക്ക് ഈ അർബൻ ഏരിയയിൽ എക്സിസ്റ്റിംഗ് ഇൻ അർബൻ ഏരിയയിൽ മേക്ക് ഇറ്റ് നെസസറി ടു ട്രാൻസ്ഫോം ഇറ്റ് ടുവേർഡ്സ് സസ്റ്റൈൻ. സോ നമുക്ക് ഈ പറഞ്ഞ ഇത്രയും കാരണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ അർബൻ ഏരിയനെ സസ്റ്റൈനബിൾ ആക്കേണ്ട ആവശ്യവും കൂടുതലാണ്, അല്ലേ? 2% വേൾഡിലെ ഫുൾ 2% ആണ് ഈ അർബൻ ഏരിയ. ആ അർബൻ ഏരിയയിലൊക്കെ 60-80% ഗ്ലോബൽ എനർജി കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ 75% ഓഫ് കാർബൺ എമിഷനും ഉണ്ട്. സോ ഈ അർബൻ ഏരിയനെ സസ്റ്റൈനബിൾ ആക്കേണ്ട ആവശ്യം നമുക്ക് നല്ല രീതിയിൽ നമുക്കുണ്ട്. സോ നമുക്കിപ്പം കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. There are some following principles അല്ലെങ്കിൽ following steps ഉണ്ട് have to be practiced to develop an integrated strategy for making existing urban area the center of sustainable development and innovation. So നമുക്ക് കുറച്ച് മെഷേഴ്സ് എടുത്തിട്ട് ഈ എക്സിസ്റ്റിംഗ് അർബൻ ഏരിയയിൽ we can make sustainably development അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഇന്നോവേഷൻസ് നമുക്ക് ആ എക്സിസ്റ്റിംഗ് ഡെവലപ്മെന്റിൽ സജസ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് അർബൻ ഏരിയയിൽ സജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ അതെന്തൊക്കെയാണെന്ന് പറയാം. സോ അതിന് മുന്നേ നമ്മൾ ഈ ടേബിളിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു. സോ ടേബിൾ എന്ന് പറയുന്നത് ഒരു പുഷ് ഫാക്ടറും പുൾ ഫാക്ടറാണ് വിച്ച് ലീഡ്സ് ടു മൈഗ്രേഷൻ. ഈ പീപ്പിൾ മൂവ് ഫ്രം റൂറൽ ഏരിയ ടു അർബൻ ഏരിയ. സോ അതിന്റെ പുഷ് ഫാക്ടറിനും പുൾ ഫാക്ടറാണ് നോക്കുന്നത്. നമ്മൾ 4 പില്ലേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്കണോമിക് പില്ലർ ഉണ്ടായിരുന്നു, അതുപോലെ സോഷ്യൽ ഡെവലപ്മെന്റ് ഉണ്ട്, എൻവയോൺമെന്റ് മാനേജ്മെന്റ് ഉണ്ട്, പിന്നെ പൊളിറ്റിക്കൽ റീസൺസും ഉണ്ട്. സോ പുഷ് ഫാക്ടർ നോക്കുകയാണെങ്കിൽ, പുഷ് എന്ന് പറയുമ്പോൾ നമ്മൾ മുന്നേത്തെ സ്ലൈഡിൽ കണ്ടിട്ടുണ്ടായിരുന്നു, പുഷ് ഫാക്ടർ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് റീസൺസ് ആണ്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ, എക്കണോമിക് രീതിയിൽ നോക്കുകയാണെങ്കിൽ, നോ ജോബ്, നോ മണി, ലെസ് ചോയ്സ്, ആൻഡ് സംടൈംസ് ദർ ഇസ് ലോട്ട് ഓഫ് ചോയ്സ് ഓൾസോ. അതാണ് പുഷ് ഫാക്ടർ. ഇനി സോഷ്യൽ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം പുവർ എഡ്യൂക്കേഷൻ, എല്ലാം നെഗറ്റീവ് ആയിരിക്കും. സോഷ്യൽ, അതായത് പുഷ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ്, പുൾ എന്ന് പറയുമ്പോൾ പോസിറ്റീവ്. സോ പുവർ ഹെൽത്ത്, അൺഎംപ്ലോയ്മെന്റ് ആൻഡ് നോ സോഷ്യൽ സെക്യൂരിറ്റി. അതാണ് സോഷ്യൽ രീതിയിൽ വരുന്ന പുഷ് ഫാക്ടർ. ആൻഡ് എൻവയോൺമെന്റ് രീതിയിൽ വരുവാണെങ്കിൽ എക്സ്ട്രീം വെതർ കണ്ടീഷൻ, നാച്ചുറൽ ഡിസാസ്റ്റർ ആൻഡ് പൊല്യൂഷൻ. ഇതൊക്കെയാണ് സം ഓഫ് ദ റീസൺസ് നമ്മൾ ഈ പറഞ്ഞ പീപ്പിൾ മൂവ് ഫ്രം, അല്ലെങ്കിൽ പീപ്പിൾ മൈഗ്രേറ്റ് ചെയ്യാനുള്ള ചില റീസൺസ് ആണ്. പുഷ് ഫാക്ടർ ആണ് ഇപ്പൊ ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് പൊളിറ്റിക്കൽ ആണ്. പൊളിറ്റിക്കൽ ക്യാൻ ബി വാർ ഓർ ടൈറാനിക്കൽ കറപ്ഷൻ ഓൾസോ, ഓർ ടൈറാനിക്കൽ കറപ്ഷൻ. നെക്സ്റ്റ് പുൾ ഫാക്ടർ ഉണ്ട്, അതായത് പോസിറ്റീവ് ഫാക്ടേഴ്സ് ആണ്. എക്കണോമിക് രീതിയിൽ നോക്കുകയാണെങ്കിൽ മോർ ജോബ് ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ ഗുഡ് മണി, അല്ലെങ്കിൽ ലോ പ്രൈസ്, ഇതൊക്കെയാണ് പോസിറ്റീവ് റീസൺസ്. ഇനി സോഷ്യൽ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഗുഡ് എഡ്യൂക്കേഷൻ, ഗുഡ് ഹെൽത്ത് കെയർ, ഗുഡ് ഫെസിലിറ്റി, ഇതൊക്കെയാണ് സോഷ്യൽ രീതിയിൽ നോക്കുമ്പോഴുള്ള പുൾ ഫാക്ടർ. ഇൻ എൻവയോൺമെന്റ് രീതിയിൽ നോക്കുകയാണെങ്കിൽ ഫൈൻ വെതർ, ലോ നാച്ചുറൽ ഡിസാസ്റ്റർ, നൈസ് എൻവയോൺമെന്റ്, ക്ലീൻ വാട്ടർ, ഇതൊക്കെയാണ് വൺ ഓഫ് ദ ഫുൾ അട്രാക്റ്റീവ് ഫാക്ടേഴ്സ്. ഇനി പൊളിറ്റിക്കൽ രീതിയിൽ നോക്കുകയാണെങ്കിൽ നല്ല ഗവൺമെന്റ്, ഗുഡ് ഗവൺമെന്റ്, ലെസ് കറപ്ഷൻ.
നിങ്ങൾ ബേസിക്കലി ചിന്തിക്കേണ്ടത് പുഷ് ഫാക്ടർ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഫാക്ടേഴ്സ് ചെയ്ത് എക്കണോമിക് രീതിയിലും സോഷ്യൽ രീതിയിലും എൻവയോൺമെന്റൽ രീതിയിലും പൊളിറ്റിക്കൽ രീതിയിലും എന്തൊക്കെയാണ് നെഗറ്റീവ് തിങ് എന്തെല്ലാം, അതായത് നെഗറ്റീവ് റീസൺസ് അല്ലെങ്കിൽ നെഗറ്റീവ് പോയിന്റ്സ് എന്തെല്ലാം എന്നുള്ളത് പുഷ് ഫാക്ടറിൻ്റെ അടുത്ത്. പുൾ ഫാക്ടറിൻ്റെ അടുത്ത് എന്തൊക്കെയാണ് പോസിറ്റീവ്, അതായത് നേരെ ഓപ്പോസിറ്റ്. ഇപ്പം നിങ്ങൾ പുഷ് ഫാക്ടറിൽ നോ സോഷ്യൽ സെക്യൂരിറ്റി എന്നാണെങ്കിൽ പുൾ ഫാക്ടറിൽ ഹാവ് നോ സോഷ്യൽ സെക്യൂരിറ്റി എഴുതാം. അല്ലെങ്കിൽ പുഷ് ഫാക്ടറിൽ നിങ്ങൾ പുവർ എഡ്യൂക്കേഷൻ എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ പുൾ ഫാക്ടറിൽ ഗുഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, സോ ഇതാണ് നെക്സ്റ്റ് പോയിന്റ്. ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ദ വേൾഡ് അർബൻ ഏരിയ ഓക്യുപ്പൈ ജസ്റ്റ് 2% ഓഫ് എർത്ത് ലാൻഡ്, ബട്ട് 60-80% ഓഫ് ഗ്ലോബൽ എനർജി കൺസപ്ഷൻ അവിടെ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ 75% ഓഫ് ഗ്ലോബൽ കാർബൺ എമിഷൻ ഇസ് ഓൾസോ ഹാപ്പനിങ് ഇൻ ദിസ് 2%. സോ ദ ഹൈ ഡിഗ്രി ഓഫ് കോംപ്ലക്സ് സോഷ്യോ എൻവയോൺമെന്റൽ ഡെവലപ്മെന്റ് existing in rural urban area make it necessary to transform it towards a sustainability path. So ഈ കോംപ്ലക്സ് സോഷ്യോ എൻവിറോൺമെന്റൽ ഡെവലപ്മെന്റിന്റെ കോംപ്ലക്സിറ്റി കാരണം നമ്മൾ എക്സിസ്റ്റിംഗ് അർബൻ ഏരിയന് ഒരു നെസസറി, ഒരു മസ്റ്റാണ്. എക്സിസ്റ്റിംഗ് അർബൻ ഏരിയന് നമുക്ക് സസ്റ്റൈനബിലിറ്റി പാത്തിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യം നെസസറി ഉണ്ട്, ഒരു നീഡ് ഉണ്ട് നമ്മൾ പറയുന്നത്. സോ ദ ഫോളോയിങ് പ്രിൻസിപ്പിൾ ഹാവ് ടു ബി പ്രാക്ടീസ്ഡ് to develop an integrated strategy for making existing urban area thriving centers of sustainable development and innovation. So നമ്മൾ കുറച്ച് പ്രിൻസിപ്പിൾസ് നമ്മൾ പറയാൻ പോകുന്നത്, നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെ പ്രിൻസിപ്പിൾസ് നമ്മൾ പ്രാക്ടീസ് ചെയ്താലാണ് നമുക്ക് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അർബൻ ഏരിയന് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇന്നോവേഷൻസ് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ മിനിമൈസേഷൻ ഓഫ് മെറ്റീരിയൽ ഇൻപുട്ട്. മിനിമൈസേഷൻ ഓഫ് മെറ്റീരിയൽ ഇൻപുട്ടാണ് ഫസ്റ്റ് വൺ. Enter into the production and consumption in urban areas. Urban area first point അതായത് സ്റ്റെബിലിറ്റി, അർബൻ സ്റ്റെബിലിറ്റി കിട്ടാനുള്ള ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമൈസേഷൻ ഓഫ് മെറ്റീരിയൽ ഇൻപുട്ട്. മെറ്റീരിയൽ ഇൻപുട്ടിന്റെ മിനിമൈസേഷൻ വിച്ച് എൻ്റർ ഇൻ ടു ദ പ്രൊഡക്ഷൻ ആൻഡ് കൺസപ്ഷൻ ഇൻ അർബൻ ഏരിയ. അർബൻ ഏരിയയിലേക്ക് പ്രൊഡക്ഷൻ ഏരിയയിലും അല്ലെങ്കിൽ കൺസപ്ഷൻ ഏരിയയിലും വരുന്ന ഇൻപുട്ടിന്റെ യൂസ് മിനിമൈസ് ചെയ്യാം. മിനിമൈസേഷൻ ഓഫ് മെറ്റീരിയൽ ഇൻപുട്ട് എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. നെക്സ്റ്റ്, മാക്സിമൈസേഷൻ ഓഫ് പെർസെൻറ്റേജ് ഓഫ് റീയൂസ്ഡ് റീസൈക്കിൾഡ് മെറ്റീരിയൽ ഇൻ അർബൻ ഏരിയ. അതായത് റീയൂസ് റീസൈക്കിൾ ചെയ്താൽ തന്നെ എന്താ അവിടെ വേസ്റ്റ് കുറയും അല്ലേ, വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറയും. സോ മാക്സിമൈസ് ദ പെർസെൻറ്റേജ് ഓഫ് റീയൂസ്ഡ് ആൻഡ് റീസൈക്കിൾഡ് മെറ്റീരിയൽ ഇൻ അർബൻ ഏരിയ. മാക്സിമം നമ്മൾ തിങ്സ് റീയൂസ് ചെയ്തിട്ട് റീസൈക്കിൾ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ നോക്കാം. അതാണ് സെക്കൻഡ് പോയിന്റ്. And third point is minimization of pollution. Minimization of pollution and waste discharge from urban area into nature. അതായത് ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ഏരിയ ആണെങ്കിൽ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നമ്മുടെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റിന് ശേഷം മാത്രം റിവറിലേക്കോ ലേക്കിലേക്കോ ഡിസ്ചാർജ് ചെയ്യുക, അല്ലെങ്കിൽ പ്രോപ്പർലി ട്രീറ്റ് ചെയ്തിട്ട് മാത്രം ഡിസ്ചാർജ് ചെയ്യുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഈ വേസ്റ്റ് നമ്മൾ സോളിഡ് വേസ്റ്റിലൊക്കെ ആണെങ്കിൽ അത് പ്രോപ്പർ രീതിയിൽ ഡിസ്ചാർജ് ചെയ്യാം. ഡിസ്ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോപ്പർ രീതിയിൽ ഡിസ്ചാർജ് ചെയ്യുക, അല്ലാണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്നും ട്രീറ്റ് ഒന്നും ചെയ്യാണ്ട് ഡിസ്ചാർജ് ചെയ്യരുത്. സോ മിനിമൈസേഷൻ ഓഫ് പൊല്യൂഷൻ മിനിമൈസ് ചെയ്യുക. അതേപോലെ വേസ്റ്റ് ഡിസ്ചാർജ് ഫ്രം അർബൻ ഏരിയ. അർബൻ ഏരിയ എന്നുള്ള വേസ്റ്റ് നേച്ചറിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് മാത്രം ഡിസ്ചാർജ് ചെയ്യാം. ഡിസ്ചാർജ് ചെയ്യാണ്ടിരിക്കാൻ പറ്റത്തില്ല, പക്ഷെ ചെയ്യുമ്പോൾ അത് പ്രോപ്പർ ട്രീറ്റ്മെന്റിന് ശേഷം മാത്രം. വാട്ടർ കെമിക്കൽ ആണെങ്കിൽ ആ കെമിക്കലിനെ പ്രോപ്പർലി ട്രീറ്റ് ചെയ്തിട്ട് ഇത് ഹാംഫുൾ അല്ലാത്ത രീതിയിൽ മാത്രം ഡിസ്ചാർജ് ചെയ്യാം. So this in the next slide നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, so some of the measures to be practiced for making existing urban area move towards the goal of sustainable urbanization. So existing urban ഏരിയയിൽ അതിന് ടു അച്ചീവ് ദി സസ്റ്റൈനബിൾ അർബനൈസേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ എടുക്കാൻ പോകുന്ന കുറച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട സം ഓഫ് ദ മെഷേഴ്സ് ആണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇൻഡസ്ട്രീസ് ആണ് നോക്കുന്നെങ്കിൽ, അതായത് എക്സിസ്റ്റിംഗ് ആവാം അല്ലെങ്കിൽ അപ്കമിങ് ആവാം. സോ ദിസ് ഇൻഡസ്ട്രി ഷുഡ് സ്വിച്ച് ടു ക്ലീൻ ആൻഡ് റിന്യൂവബിൾ എനർജി ആസ് പോസിബിൾ, ദസ് മേക്കിംഗ് ദ എക്സിസ്റ്റിംഗ് റിസോഴ്സസ് ഇൻ എ മോർ എഫിഷ്യൻറ്റ് മാനർ. സോ ഇപ്പം എക്സിസ്റ്റിംഗ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന അപ്കമിംഗ് ഇൻഡസ്ട്രീസ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇറ്റ് ഷുഡ് സ്വിച്ച് ടു ക്ലീൻ ആൻഡ് റിന്യൂവബിൾ എനർജി സോഴ്സസ്. സോ ക്ലീൻ ആൻഡ് റിന്യൂവബിൾ എനർജി സോഴ്സസ് ആയിരിക്കണം ആസ് പോസിബിൾ ആവുന്ന കേസിലൊക്കെ നമ്മൾ ക്ലീൻ ആൻഡ് റിന്യൂവബിൾ എനർജി സോഴ്സിലേക്ക് സ്വിച്ച് ചെയ്യണം. സോ ഇങ്ങനെ സ്വിച്ച് ചെയ്യുന്നതുകൊണ്ട് ഇറ്റ് വിൽ മാനേജ് ദ എക്സിസ്റ്റിംഗ് റിസോഴ്സിനെ മാനേജ് ചെയ്യാൻ പറ്റും, പ്രോപ്പർ രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും. ഇൻ എ മോർ എഫിഷ്യൻറ്റ് മാനറിൽ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതാണ് ഫസ്റ്റ് പോയിന്റ്. ആൻഡ് സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അപ്രോപ്രിയേറ്റ് ഡെവലപ്മെന്റ് ഓഫ് എക്സിസ്റ്റിംഗ് ബേസിക് അർബൻ ഇൻഫ്രാസ്ട്രക്ചർ. അതായത് നല്ല രീതിയിൽ ഡെവലപ്മെന്റ് ആണ്, എക്കണോമിക് ഡെവലപ്മെന്റും അതുപോലെ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറും, ലൈക്ക് ടു പ്രൊവൈഡ് വാട്ടർ, സാനിറ്റേഷൻ ആൻഡ് ഹൗസിംഗ് ഫോർ ഓൾ അർബൻ റെസിഡൻസ്. അതായത്
നല്ല അപ്രോപ്രിയേറ്റ് ഡെവലപ്മെന്റ് ഉണ്ടാവും എക്സിസ്റ്റിംഗ് ബേസിക് അർബൻ ഇൻഫ്രാസ്ട്രക്ചറിൽ. അതായത് ഇപ്പം നിലനിൽക്കുന്ന അർബൻ ഇൻഫ്രാസ്ട്രക്ചറിൽ ലൈക്ക് രണ്ട് പില്ലേഴ്സ് ഉണ്ട്, എക്കണോമിക് ഉണ്ട് സോഷ്യൽ രീതിയിലുള്ള പില്ലേഴ്സും ഉണ്ട്. ഇത് പിന്നെ ബേസ് ചെയ്താൽ നമ്മൾ സസ്റ്റൈനബിൾ അർബനൈസേഷൻ ആണോ അല്ലെന്ന് പറയും. സോ appropriate development for of the existing basic urban infrastructure like economic and social infrastructure, we should have appropriate development done, like to provide water, sanitation, housing for urban residents. So ഇങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, thus lifting people to live in a condition above the poverty line. So നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാൻ നോക്കുന്നത് ഈ ഒരു മെഷർ എടുത്തുകൊണ്ട്, അതായത് ഈ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറിലെ ഡെവലപ്മെന്റ് വരുത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ വി ആർ ലിഫ്റ്റിംഗ്, അതായത് പോവർട്ടിന്ന് ആൾക്കാരെ ലിഫ്റ്റ് ചെയ്യുന്നു. അതായത് ബേസിക് ബൈ പ്രൊവൈഡിങ് വാട്ടർ, പ്രോപ്പർ സാനിറ്റേഷൻ ഫെസിലിറ്റി ആൻഡ് ഹൗസിംഗ് ഫോർ അർബൻ റെസിഡൻസ്. അർബൻ ഏരിയയിൽ നിൽക്കുന്നവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ആക്ച്വലി വി ആർ ലിഫ്റ്റിംഗ് പീപ്പിൾ ടു ലിവ് ഇൻ എ കണ്ടീഷൻ എബോവ് ദ പോവർട്ടി ലൈൻ. എബോവ് പോവർട്ടി ലൈനിൽ ആൾക്കാരെ കൊണ്ടെത്തിക്കുക ചെയ്യുന്നു ഈ പറഞ്ഞ മെഷർ കാരണം. സോ പ്രോപ്പർ ഡിസൈൻ ഓർ പ്ലാനിങ് മെഷർ ഫ്രം ദ ലോക്കൽ ഗവൺമെന്റ് ഷുഡ് ബി ഇംപ്ലിമെന്റഡ്. നമ്മളെ സൈഡിൽ നിന്ന് മാത്രമല്ല, ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഒരു പ്രോപ്പർ ഡിസൈൻ ആൻഡ് പ്ലാനിങ് ഷുഡ് ബി ദ planning measure from the local government should be implemented to contain the urban sprawl, thus moving towards a path of sustainability. So ഈ പറഞ്ഞ അർബൻ പോപ്പുലേഷന് ഈ പറഞ്ഞ നല്ല രീതിയിൽ എബോവ് പോവർട്ടി ലൈൻ ആക്കാൻ വേണ്ടി ഈ പറഞ്ഞ ഗവൺമെന്റിന്റെ സൈഡിൽ നല്ലൊരു പ്രോപ്പർ മെഷർ, ലോക്കൽ ഗവൺമെന്റിന്റെ സൈഡിൽ പ്രോപ്പർ പ്ലാനിങ്ങും അതേപോലെ തന്നെ ഡിസൈനും വേണം. This all measure can leads to the path of sustainable development എന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ സസ്റ്റൈനബിലിറ്റി അർബൻ ഏരിയ അല്ലെങ്കിൽ അർബൻ സസ്റ്റൈനബിലിറ്റിക്ക് കാരണമാവുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. ഇംപ്രൂവ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ ബിറ്റ്വീൻ റൂറൽ ഏരിയ ആൻഡ് അർബൻ ഏരിയ ഇൻക്രീസസ് റൂറൽ പ്രൊഡക്ടിവിറ്റി. അതായത് നമ്മൾ ഈ പറഞ്ഞ റൂറൽ ഏരിയ അർബൻ ഏരിയയും നല്ലൊരു ലിങ്ക് ഉണ്ടെങ്കിൽ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ് ആയി കഴിഞ്ഞാൽ it can increases the rural area productivity increase and hence rural resident access to education, healthcare, etc. So there should be an improved rural area urban area തമ്മിൽ നല്ലൊരു പ്രോപ്പർ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിൽ ആ റൂറൽ പ്രൊഡക്ടിവിറ്റി നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും. അതായത് റൂറൽ റെസിഡൻസിനും ഈ പറഞ്ഞ എഡ്യൂക്കേഷൻസും ഹെൽത്ത് കെയറും ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സോ ദർ ഷുഡ് ബി an improved infrastructure between rural area and urban area. Next, for smart energy generation, such as tapping the maximum amount of renewable energy source and putting a control over the utilization of conventional energy sources. So നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നെക്സ്റ്റ് പോയിന്റ് എങ്ങനെയാണ് ഈ അർബൻ ഏരിയയിൽ നമ്മൾ സസ്റ്റൈനബിലിറ്റി അർബനൈസേഷൻ സസ്റ്റൈനബിലിറ്റി എങ്ങനെ കിട്ടുക എന്നുള്ളതാണ്. സോ സ്മാർട്ട് എനർജി ജനറേഷൻ ലൈക്ക് ടാപ്പിംഗ് ദ മാക്സിമം എമൗണ്ട് ഓഫ് റിന്യൂവബിൾ എനർജി സോഴ്സ്, നമ്മൾ മാക്സിമം എമൗണ്ട് ഓഫ് റിന്യൂവബിൾ എനർജി സോഴ്സിനെ ടാപ്പ് ചെയ്യുന്നതും അതേപോലെ തന്നെ പുട്ടിങ് എ കൺട്രോൾ ഓവർ ദ യൂട്ടിലൈസേഷൻ ഓഫ് കൺവെൻഷണൽ എനർജി സോഴ്സ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മേലെ ഒരു കൺട്രോളും ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ലീഡ് ടു സസ്റ്റൈനബിലിറ്റി എന്നാണ് ഈ പോയിന്റ് മെയിൻ ചെയ്യുന്നത്. That is smart energy generation, such as tapping the maximum amount of renewable energy sources and putting a control over the utilization of the conventional energy sources. And at the social level നോക്കുകയാണെങ്കിൽ concern from the urban majority should be given prior attention. അങ്ങനെ ഒരു സോഷ്യൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ ഈ അർബൻ പോപ്പുലേഷനിൽ വരുന്ന കൺസേൺസിന് നമ്മൾ പ്രയർ അറ്റൻഷൻ കൊടുക്കണം എന്നുള്ളതാണ് സോഷ്യൽ ലെവലിൽ ഇമ്പോർട്ടൻസ്. അതായത് അർബൻ ഏരിയയിൽ അർബൻ റെസിഡൻസ് ഉണ്ടാകും. സോ അർബൻ റെസിഡൻസ് എന്ന് വരുന്ന അർബൻ മെജോറിറ്റിന്ന് വരുന്ന കൺസേൺസ് ഷുഡ് ബി ഗിവൺ പ്രയർ അറ്റൻഷൻ ആണ്. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് റിക്വയർഡ് ടു അറ്റൈൻ ദ ഗോൾ ഓഫ് അർബൻ സസ്റ്റൈനബിലിറ്റി ആസ് ദ ഇൻവെസ്റ്റ്മെന്റ് ഈസ് ദ കറ്റാലിസ്റ്റ് റിക്വയർഡ് ഫോർ ദ സെയിം. സോ നമുക്ക് ഈ അർബൻ സസ്റ്റൈനബിലിറ്റി കിട്ടണമെങ്കിൽ ദർ ഇസ് എ നീഡ് ഓഫ് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ്. അർബൻ സസ്റ്റൈനബിലിറ്റി കിട്ടണമെങ്കിൽ ദർ ഇസ് എ റിക്വയർഡ് ഓഫ് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് is required to attain the goal of urban sustainability as investment is the catalyst required for the same. നമുക്ക് ഈ അർബൻ സസ്റ്റൈനബിലിറ്റി കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് വേണമെന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സിറ്റി ട്രാൻസ്പോർട്ട് ഹാസ് ടു ബി പ്ലാൻഡ് പ്രോപ്പർലി. City transport has to be planned properly to reduce carbon emission. So നമ്മളിപ്പോൾ പറഞ്ഞ ഒരു പോയിന്റ് ആയിരുന്നു 2%. എന്തിനാണ് അർബൻ സസ്റ്റൈനബിലിറ്റി അച്ചീവ് ചെയ്യുന്നുള്ള കാരണം ഇതൊക്കെയായിരുന്നു. ലൈക്ക് 2% ആണ് വേൾഡിൽ അർബൻ പോപ്പുലേഷൻ എങ്കിൽ 2% വേൾഡ്സ് പോപ്പുലേഷനുള്ളിൽ 2% മാത്രമേ അർബൻ ഏരിയയുള്ളൂ ഓക്യുപ്പൈ ചെയ്തിട്ടുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ തന്നെ ഈ 2% 75% ഓഫ് കാർബൺ എമിഷനാണ് വരുന്നത്.
സോ നമുക്ക് ബേസിക്കലി എന്ത് വേണം, നമ്മുടെ സിറ്റിയിൽ യൂസ് ചെയ്യുന്ന ട്രാൻസ്പോർട്ട് ഹാവ് ടു ബി പ്ലാൻഡ് പ്രോപ്പർലി, ലൈക്ക് ഇന്നോവേറ്റീവ് അതായത് സ്മാർട്ട് ട്രാൻസ്പോർട്ട്, പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെല്ലാം നമുക്ക് ഇൻക്രീസ് ചെയ്യണം ടു റെഡ്യൂസ് കാർബൺ എമിഷൻ. Okay, and next point is practice of sustainable water harvesting and management system. I like development of appliances designed to minimize water use. അത് നമ്മൾ ഫ്ലഷിൻ്റെ കേസിൽ പറഞ്ഞു, ടോയ്ലറ്റിലെ ഫ്ലഷിൻ്റെ കേസിൽ നമ്മൾ കൺട്രോൾഡ് രീതിയിലുള്ള വാട്ടർ യൂസേജ്, അതേപോലെ തന്നെ വാട്ടർ റീസൈക്ലിംഗ് ആൻഡ് സോളാർ പവേർഡ് സിസ്റ്റം ആൻഡ് വാട്ടർ ട്രീറ്റ്മെന്റ് ഷുഡ് ബി പ്രൊമോട്ടഡ്. അതായത് സസ്റ്റൈനബിൾ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഉണ്ടാക്കാം. ലൈക്ക് ബൈ ഈ സസ്റ്റൈനബിൾ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആൻഡ് മാനേജ്മെന്റിൽ വരുന്നതാണ് ഈ ലൈക്ക് യു ഹാവ് ടു ഡെവലപ്പ് അപ്ലയൻസസ് ദാറ്റ് മിനിമൈസസ് ദ വാട്ടർ യൂസ്. പിന്നെ അതേപോലെ തന്നെ ഓരോ ഇപ്പം എല്ലായിടക്കും നമുക്ക് കാണാം ഇങ്ങനെ എന്താ പറയാ, ഈ നമ്മളെ കൈ കാണിച്ചാൽ മാത്രം വെള്ളം വരുന്ന രീതിയിലുള്ള ടാപ്പ്. സോ അതൊക്കെ ഒരു ഇന്നോവേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു അപ്ലയൻസസ് ആണ് വിച്ച് ഇസ് ഡിസൈൻ ടു മിനിമൈസ് ദ വാട്ടർ യൂസ്. വാട്ടർ യൂസ് മിനിമൈസ് ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഇന്നോവേഷൻ ആണ്. സോ ദിസ് ഇസ് എ പ്രാക്ടീസ് ടു ഓഫ് സസ്റ്റൈനബിൾ വാട്ടർ, അല്ലെങ്കിൽ വാട്ടർ യൂസ് സസ്റ്റൈനബിൾ രീതിയിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസാണ്. സോ ദിസ് ഇന്നോവേഷൻ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ആണ്. So development of appliances designed to minimize water use and water recycling and solar power system, and the water treatment should be promoted. The next one is robust engineering for sustainable cities in developing countries that cut across the environment and social bonds. So that should be proper engineering for sustainable cities in developing countries. Develop ചെയ്ത് വരുന്ന കൺട്രിയിൽ സസ്റ്റൈനബിലിറ്റി സിറ്റീസ് ഉണ്ടാവാൻ വേണ്ടി ദർ ഷുഡ് ബി ഒരു കറക്റ്റ് രീതിയിലുള്ള എഞ്ചിനീയറിംഗ് വേണം. ആൻഡ് ദാറ്റ് കട്ട് ക്രോസ് ദ എൻവിറോൺമെന്റ് ആൻഡ് സോഷ്യൽ ബൗണ്ടറി. സോ എൻവിറോൺമെന്റും സോഷ്യൽ ബൗണ്ടറിയും കട്ട് ക്രോസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ പ്രോപ്പർ രീതിയിലുള്ള എഞ്ചിനീയറിംഗ് വേണം ഇൻ ഫോർ സസ്റ്റൈനബിൾ സിറ്റീസ് ഇൻ ദ ഡെവലപ്പിംഗ് കൺട്രീസ്. സോ അർബൻ രീതിയിൽ നോക്കുകയാണെങ്കിൽ അർബൻ ഏരിയ പ്ലേസ് എ കീ റോൾ ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ അർബൻ ഏരിയ എന്ന് പറഞ്ഞിട്ട് പ്ലേസ് എ കീ റോൾ ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അർബൻ ഏരിയ അറൌണ്ട് ദ വേൾഡ് should find ways and means to accommodate the growing demand to ensure that the social culture and the environmental needs of the citizens are met. Urban area ആൾക്കാർ അർബൻ ഏരിയ അറൌണ്ട് ദ വേൾഡ് ഷുഡ് ഫൈൻഡ് വേസ് ആൻഡ് മീൻസ് ടു അക്കോമഡേറ്റ് ദ ഗ്രോയിങ് ഡിമാൻഡ്. സോ നമ്മൾ അർബൻ ഏരിയ നമ്മൾ ഓൾ ഓവർ ദ വേൾഡ് അല്ലെങ്കിൽ ഗ്ലോബലി നമുക്ക് ഉള്ള അർബൻ ഏരിയയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ ദേ ഹാവ് ടു ഫൈൻഡ് ദ വേസ്. അർബൻ ഏരിയ ഹാസ് ടു ഫൈൻഡ് ദ വേസ് എങ്ങനെ കൂടുതൽ ആൾക്കാരെ അല്ലെങ്കിൽ അക്കോമഡേറ്റ് ചെയ്യുക, ഈ ഗ്രോയിങ് ഡിമാൻഡിനെ എങ്ങനെ എൻഷുർ ചെയ്യുക, മീൻസ് അക്കോമഡേറ്റ് ചെയ്യുക ആൻഡ് മീൻസ് ടു അക്കോമഡേറ്റ് ദ ഗ്രോയിങ് ഡിമാൻഡ് and to ensure that there is social and environmental needs of the citizens are met. അതായത് ഈ അർബൻ ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാരെ സോഷ്യൽ അതേപോലെ തന്നെ കൾച്ചറൽ അതേപോലെ എൻവിറോൺമെന്റ് നീഡ്സ് ഒക്കെ മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യണം. അതേപോലെ തന്നെ ഈ ഗ്രോയിങ് ഡിമാൻഡ് അർബൻ ഏരിയയിലുള്ള ഗ്രോയിങ് ഡിമാൻഡ് അക്കോമഡേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ടോ എന്നുള്ളത് ഫൈൻഡ് ചെയ്യണം. സോ ഇതൊക്കെ ഈ അർബൻ ഏരിയ അറൌണ്ട് ദ വേൾഡ് ഷുഡ് ഫൈൻഡ് ദ വേ how to accommodate the growing demand, how to ensure that the social, cultural and environmental needs of the base of the citizens are met. Urban areas we have to find the way. Okay, the next economic sustainability എന്താ നോക്കാം. അത് എനിക്ക് ഓരോ നമ്മൾ 4 pillars എന്നൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. So economic sustainability is understood that as the capacity and ability of a practice to be able to put local or regional resources to productive use for long-term benefit of the community without damaging or depleting natural resources base on which it depends and without increasing the city ecological footprint. So നമുക്ക് അറിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയാം കപ്പാസിറ്റി ആൻഡ് കാപ്പബിലിറ്റി അല്ലെങ്കിൽ കപ്പാസിറ്റി ആൻഡ് എബിലിറ്റി ഓഫ് എ പ്രാക്ടീസ് ടു ബി ഏബിൾ ടു പുട്ട് ലോക്കൽ ഓർ റീജിയണൽ റിസോഴ്സസ് ടു പ്രൊഡക്റ്റീവ് യൂസ് ഓഫ് ലോങ് ടേം ബെനിഫിറ്റ് ഓഫ് ദ കമ്മ്യൂണിറ്റി എന്നാണ് അല്ലേ. നമുക്കറിയാം നമ്മൾക്കിപ്പോൾ ഒരു ഇറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡ് ആസ് കപ്പാസിറ്റി ആൻഡ് എബിലിറ്റി. നമ്മുടെ കപ്പാസിറ്റിയും എബിലിറ്റി ഓഫ് എ പ്രാക്ടീസ്, ഒരു പ്രാക്ടീസ് ഉണ്ട്, ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിന്റെ കപ്പാസിറ്റിയും അതിന്റെ എബിലിറ്റിയും നമ്മൾ ലോക്കൽ ഓർ റീജിയണൽ റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് ടു പ്രൊഡക്റ്റീവ് ആ ഒരു ലോക്കൽ ആൻഡ് റീജിയണൽ റിസോഴ്സ് യൂസ് ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് യൂസിന് വേണ്ടി ഒരു ലോങ് ടേം ബെനിഫിറ്റിന് വേണ്ടി ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണെങ്കിൽ വിത്തൗട്ട് ഡാമേജിങ് ഓർ ഡിപ്ലീറ്റിംഗ് ദ നാച്ചുറൽ റിസോഴ്സസ് ബേസ്. നമ്മൾ ഒരു രീതിയിലും ഡാമേജ് ചെയ്യുന്നില്ല, നാച്ചുറൽ റിസോഴ്സിനെയും ഡാമേജ് ചെയ്യുന്നില്ല, അതേപോലെ തന്നെ നമ്മൾ അതിനെ ഡിപ്ലീറ്റും ചെയ്യുന്നില്ല.
on which it depends, and without increasing the city's ecological, നമ്മുടെ സിറ്റിക്ക് ഒരു എക്കോളജിക്കൽ ഫുഡ് അതിനെ ഇൻക്രീസ് ചെയ്യാണ്ട് നിൽക്കുന്നതാണ് നമുക്ക് എക്കണോമിക് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു പ്രാക്ടീസിന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ എക്കണോമിക് സസ്റ്റൈനബിലിറ്റി എന്ന ഒരു പ്രാക്ടീസിന്റെ കപ്പാസിറ്റി ആൻഡ് എബിലിറ്റിയാണ് ടു ബി ഏബിൾ ടു പുട്ട് ലോക്കൽ ആൻഡ് നമ്മൾ ലോക്കൽ അല്ലെങ്കിൽ റീജിയണൽ റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റീവ് യൂസിന് വേണ്ടി ഒരു ലോങ് ടേം ബെനിഫിറ്റിന് വേണ്ടി ഒരു കമ്മ്യൂണിറ്റീൻ്റെ ലോങ് ടേം ബെനിഫിറ്റിന് വേണ്ടിയിട്ട് വിത്തൗട്ട് നമ്മൾ ഒരു നാച്ചുറൽ റിസോഴ്സിലൊന്നും ഡാമേജോ അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സിനെ ഡിപ്ലീറ്റോ ചെയ്യാണ്ട് നമ്മൾ അതായത് ആ സിറ്റിൻ്റെ എക്കോളജിക്കൽ ഫുഡ് പ്രിന്റിനെ ഇൻക്രീസ് ചെയ്യാനുള്ള രീതിയിലുള്ള ഒരു സസ്റ്റൈനബിലിറ്റി, അത് എക്കണോമിക് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. ഇനി ഡയഗ്രാം നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് റിലേഷൻ ബിറ്റ്വീൻ ദ വേരിയസ് പില്ലേഴ്സ് ഓഫ് അർബൻ സ്റ്റെബിലിറ്റി ആണ്. സോ നമുക്കിവിടെ കാണാം എക്കണോമിക് സസ്റ്റൈനബിലിറ്റി ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ സോഷ്യൽ സസ്റ്റൈനബിലിറ്റി ഉണ്ട്, എക്കോളജിക്കൽ സസ്റ്റൈനബിലിറ്റി ഉണ്ട്, പിന്നെ ഫിസിക്കൽ സസ്റ്റൈനബിലിറ്റി ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ തന്നെ വി ഹാവ് പൊളിറ്റിക്കൽ സസ്റ്റൈനബിലിറ്റി. ദിസ് ഓൾ ലീഡ്സ് ടു അർബൻ സ്റ്റെബിലിറ്റി. മൊത്തം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ദർ ഇസ് അർബൻ സ്റ്റെബിലിറ്റി എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് സോഷ്യൽ സ്റ്റെബിലിറ്റി. സോഷ്യൽ സ്റ്റെബിലിറ്റിയിൽ നിന്ന് വരുന്നത് സോഷ്യൽ സ്റ്റെബിലിറ്റി റെഫേഴ്സ് ടു ദ ഫെയർനെസ്. ഫെയർനെസ് ഉദ്ദേശിക്കുന്നത് ആ ഫെയർ അല്ല, ലൈക്ക് ഫെയർ ഡിസിഷൻ അല്ലെങ്കിൽ ന്യായമായുള്ള കാര്യം. refers to the fairness, inclusiveness and cultural advocacy of intervention to promote equal right over natural, physical and economic capital that support the livelihood and the lives of local community with a particular emphasis on the poor and traditionally marginalized groups. So I mean, social sustainability that should not be any discrimination between rich and poor. It refers to the fairness അല്ലെങ്കിൽ inclusiveness അല്ലെങ്കിൽ cultural advocacy വേണം of an intervention to promote equal rights over, അതായത് ഈ പറഞ്ഞ എല്ലാ അർബൻ ഏരിയയിൽ താമസിക്കുന്ന എല്ലാ പീപ്പിളിനും ഈക്വൽ റൈറ്റ്സ് ഉണ്ടാവണം ഓവർ നാച്ചുറൽ അതേപോലെ തന്നെ ഫിസിക്കൽ അല്ലെങ്കിൽ എക്കണോമിക് ക്യാപിറ്റലിന്റെ മേലെ എന്ത് വേണം, ഒരു ഈക്വൽ റൈറ്റ് വേണം. ആൻഡ് ദ ലൈഫ്സ് ഓഫ് ദ ലോക്കൽ കമ്മ്യൂണിറ്റി ലൈക്ക് നാച്ചുറൽ ഫിസിക്കൽ എക്കണോമിക് ക്യാപിറ്റൽ ദാറ്റ് സപ്പോർട്ട് ദ ലൈവ്ലിഹുഡ്. ഈ പറഞ്ഞ ഈ സാധാരണ ലോക്കൽ കമ്മ്യൂണിറ്റീൻ്റെ ലൈവ്ലിഹുഡിനെയും അത് അവരുടെ ലൈഫ്സിനെയും സപ്പോർട്ട് ചെയ്യുന്ന ഈ പറഞ്ഞ നാച്ചുറൽ ഫിസിക്കൽ എക്കണോമിക് ക്യാപിറ്റലിന്റെ മേലെ ഈക്വൽ റൈറ്റ് വേണം. അതായത് ലോക്കൽ ആൾക്കാർ അല്ലെങ്കിൽ ലോക്കൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടുന്ന അവരുടെ ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജീവിത രീതിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ അതായത് അവർക്ക് എന്ന് പറയും പറഞ്ഞ നാച്ചുറൽ അല്ലെങ്കിൽ ഫിസിക്കൽ അല്ലെങ്കിൽ എക്കണോമിക് ക്യാപിറ്റലിന്റെ മേലെ ഈക്വൽ റൈറ്റ് വേണം. ലൈക്ക് വിത്ത് പെർട്ടിക്കുലർ എംഫസിസ് ഓൺ പൂർ. പക്ഷെ ഈ പൂർ ആൾക്കാർ ഈ നമ്മൾ ഈ പറഞ്ഞ ബിലോ പോവർട്ടി ലൈനിലെ ആൾക്കാരുടെ മേലെ ഒരു പെർട്ടിക്കുലർ എംഫസിസും പോകണം. പൂറിനെ നമ്മൾ ടാർഗറ്റ് ചെയ്ത് അവരെ നമ്മൾ എന്താ പറയാ അബോവ് പോവർട്ടി ലൈൻ ആക്കി കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത്. അല്ലെങ്കിൽ ട്രഡീഷണലി നമ്മൾ മാർജിനലൈസ് ചെയ്യുന്നുണ്ടാവും കുറച്ചെല്ലാം ഗ്രൂപ്പിന്. സോ നമ്മളൊരു സ്പെഷ്യൽ എംഫസിസ് ഷുഡ് ബി ഗിവൺ ഓൺ ദിസ് പൂർ ആൻഡ് ട്രഡീഷണലി മാർജിനലൈസ്ഡ് ഗ്രൂപ്പിന്റെ മേലെ ഒരു സ്പെഷ്യൽ എംഫസിസ് കൊടുക്കണം. സോ അങ്ങനെ കൊടുത്തിട്ട് നമ്മളൊരു എല്ലാവർക്കും ഒരു ഈക്വൽ റൈറ്റ് നാച്ചുറൽ നേച്ചറിന്റെ മേലും അതുപോലെ ഫിസിക്കൽ അല്ലെങ്കിൽ എക്കണോമിക് ക്യാപിറ്റലിന്റെ മേലെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഈക്വൽ റൈറ്റ് വേണം. ഈ ഈക്വൽ റൈറ്റ് ഒക്കെ കിട്ടിയിട്ട് അവരുടെ ലൈവ്ലിഹുഡിനെ അവരുടെ ലൈഫ്സിനും സപ്പോർട്ട് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ പറയാം കൾച്ചറൽ എഡ്യൂക്കേഷൻ ഇൻ കോണ്ടെക്സ്റ്റ് പോയിന്റ് ടുവേർഡ്സ് ദ എക്സ്റ്റെന്റ് ടു വിച്ച് ദ പ്രാക്ടീസ് വിച്ച് റെസ്പെക്ട് കൾച്ചറൽ ഹെറിറ്റേജ് ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി. സോ നമുക്ക് പറയാം ഈ പറഞ്ഞ സോഷ്യൽ സസ്റ്റൈനബിലിറ്റി ഉണ്ടാവണമെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ ഈക്വൽ റൈറ്റ്സ് വേണം. അതുപോലെ കൾച്ചറൽ അഡ്വക്കേസി ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് പോയിന്റ് ടുവേർഡ്സ് എക്സ്റ്റെന്റ് ടു വിച്ച് എ പ്രാക്ടീസ് വിച്ച് റെസ്പെക്ട് ഇറ്റ് ഷുഡ് ഈ പറഞ്ഞ സോഷ്യൽ സസ്റ്റൈനബിലിറ്റി ഉണ്ടാവണമെങ്കിൽ കൾച്ചറൽ അഡ്വക്കേസിയും വേണം. അതേപോലെ തന്നെ ഈ ദർ ഷുഡ് ബി പ്രാക്ടീസ് വിച്ച് റെസ്പെക്ട് കൾച്ചറൽ ഹെറിറ്റേജിനെ റെസ്പെക്ട് ചെയ്യാൻ വേണം. പിന്നെ കൾച്ചറൽ ഡൈവേഴ്സിറ്റിയും റെസ്പെക്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം സോഷ്യൽ സസ്റ്റൈനബിലിറ്റി അച്ചീവ് ചെയ്തെന്ന് പറയാം. ഇനി ecological sustainability. Ecological sustainability pertains to the impact of urban production, consumption on the integrity and health of the city, region and global carrying capacity. ഈ ecological sustainability ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ it pertains to the impact of urban production കാരണം urban consumption കാരണം on integrity and health of city, region and globally carrying capacity in the model impact ആണ് ഈ കാണിക്കുന്ന ecological sustainability എന്ന് പറയുന്നത്. So this demands the long term consideration. ഈ ecological sustainability എന്ന് പറഞ്ഞാൽ long term consideration ആണ് of the relation between environmental resources and the services and the demand exerted over them.
സോ ഈ എക്കോളജിക്കൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് ഒരു ലോങ് ടേം കൺസിഡറേഷൻ ആണ് ഓഫ് ദ റിലേഷൻ ബിറ്റ്വീൻ എൻവയോൺമെന്റിലുള്ള റിസോഴ്സസും അതിൽ നിന്ന് കിട്ടുന്ന സർവീസസും അതിന്റെ ഡിമാൻഡ്, നമുക്കിപ്പം ലോങ് ടേമിൽ അതിന് എത്ര ഡിമാൻഡ് വരും അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് എക്കോളജിക്കൽ സസ്റ്റൈനബിലിറ്റി നമ്മൾ പറയുന്നത്. അത് സസ്റ്റൈനബിലിറ്റി ഓഫ് ദ ബിൽഡ് എൻവയോൺമെന്റ് കൺസേൺ ദ കപ്പാസിറ്റി ഓഫ് ദ ഇന്റർവെൻഷൻ ടു എൻഹാൻസ് ദ livability of a building and the urban infrastructure for all city dwellers without damaging or disrupting the urban development. So, sustainability of built environment concerns the capacity of an intervention to enhance the livability of the building and urban infrastructure for all the city dwellers. പുറത്തുനിന്ന് വരുന്ന എല്ലാ സിറ്റി ഡെല്ലേഴ്സിനും വിത്തൗട്ട് ഡാമേജിങ് ഓർ ഡിസ്ട്രപ്റ്റിംഗ് ദ അർബൻ ഏരിയ നിൽക്കാൻ പറ്റണം അല്ലേ. അർബൻ ഏരിയയിലുള്ള എൻവയോൺമെന്റ് ഡാമേജ് ചെയ്യാണ്ടോ ഡിസ്ട്രപ്റ്റ് ചെയ്യാണ്ടോ അർബൻ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റണം. ഈ പറഞ്ഞ സിറ്റി ഡെല്ലേഴ്സ്, അതായത് അർബൻ ഏരിയക്ക് മൂവ് ചെയ്ത് വരുന്ന ആൾക്കാർ. അങ്ങനെ ഉണ്ടെന്ന് നമുക്ക് എന്ത് പറയാം, എക്കോളജിക്കൽ സസ്റ്റൈനബിലിറ്റി ഉണ്ടെന്ന് പറയാം. ഇനി പൊളിറ്റിക്കൽ സസ്റ്റൈനബിലിറ്റി. So here in the political sustainability, provincial government in the urban area should aim at shared sphere of prosperity. നമുക്ക് ഈ പറഞ്ഞ പ്രോസ്പെറിറ്റി ഒരു ഷെയർഡ് സ്പിയർ പോലെ ആയിരിക്കണം. Last but not least, political sustainability, also known as the fourth pillar of urban sustainability, is required for quality governance system, which will guide the urban area move towards the goal of attaining sustainability. So, നമ്മൾ ഈ പറഞ്ഞ പൊളിറ്റിക്കൽ സസ്റ്റൈനബിലിറ്റി ഉണ്ടെങ്കിൽ എന്ത് വേണം, ഈ പറഞ്ഞ ഇറ്റ് ഷുഡ് ദർ ഇസ് എ ഗവൺമെന്റ്സ് വേണം അല്ലേ. ഒരു നല്ല ഇറ്റ് ഇസ് റിക്വയർഡ് ഫോർ ഒരു ക്വാളിറ്റി ഗവർണൻസ് സിസ്റ്റം വേണം. നമ്മൾ അർബൻ ഏരിയയിൽ ഈ പറഞ്ഞ പോലെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടോ അങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് എന്ത് വേണം, ഒരു ക്വാളിറ്റി ഗവർണൻസ് സിസ്റ്റം വേണം. സോ ഈ ക്വാളിറ്റി ഗവൺമെന്റ് സിസ്റ്റം, ഈ ഒരു ഗവർണൻസ് സിസ്റ്റം ആണ് ഗൈഡ് ചെയ്യേണ്ടത് അർബൻ ഏരിയനെ. അതായത് എങ്ങനെ സസ്റ്റൈനബിലിറ്റിയിലേക്ക് കൊണ്ടുവരാന്നുള്ളത് ഈ ഗവർണൻസ് സിസ്റ്റം. നമ്മൾ പ്ലാസ്റ്റിക് ബാൻ ചെയ്തു, ഇപ്പം ഒരു കടയിലൊക്കെ പോയാൽ പ്ലാസ്റ്റിക് കവറേ നമുക്ക് കിട്ടാൻ പറ്റത്തില്ല. സോ അതൊരു സ്റ്റെപ്പാണ് ഫോർ അറ്റൈനിങ് സസ്റ്റൈനബിലിറ്റി അച്ചീവ് ചെയ്യാനുള്ള സ്റ്റെപ്പാണ് ഈ പ്ലാസ്റ്റിക് കവർ ബാൻ ചെയ്തത്. ഈ പൊളിറ്റിക്കൽ സസ്റ്റൈനബിലിറ്റി നമുക്ക് കിട്ടണമെങ്കിൽ ദർ ഇസ് എ റിക്വയർമെന്റ് ഓഫ് പ്രോപ്പർ ക്വാളിറ്റി ഗവൺമെന്റ് സിസ്റ്റം which will guide the urban area move towards the goal of attaining sustainability. So ഇത്രയാണ് ഈ സോഷ്യൽ അർബനൈസേഷനെ അല്ലെങ്കിൽ ഈ അർബനൈസേഷൻ, സസ്റ്റൈനബിൾ അർബനൈസേഷനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, സോ സസ്റ്റൈനബിൾ അർബനൈസേഷനിൽ 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അർബൻ ഏരിയ നമുക്ക് 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഈ പറഞ്ഞ പോലെ പുഷ് ഫാക്ടർ ഉണ്ട്, പുൾ ഫാക്ടർ ഉണ്ട്. പുഷ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഫാക്ടറാണ്. പുൾ ഫാക്ടർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഫാക്ടറാണ്. പുൾ ഫാക്ടർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഫാക്ടറാണ്. ഇതൊക്കെയാണ് പുഷ് ഫാക്ടറും പുൾ ഫാക്ടറും. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് എങ്ങനെ നമുക്ക് ഈ അർബൻ സസ്റ്റൈനബിലിറ്റി അച്ചീവ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഈ 4 പില്ലേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 4 പില്ലേഴ്സ് ഇൻ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ 4 പില്ലേഴ്സും കൂടിയാണ് ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ അർബൻ സസ്റ്റൈനബിലിറ്റി. ഈ സോഷ്യൽ സസ്റ്റൈനബിലിറ്റി ഉണ്ടാകും, എക്കോണമിക് സസ്റ്റൈനബിലിറ്റി ഉണ്ടാകും, അതുപോലെ എക്കോളജിക്കൽ സസ്റ്റൈനബിലിറ്റി ഉണ്ടാകും, പൊളിറ്റിക്കൽ സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ ഫിസിക്കൽ സസ്റ്റൈനബിലിറ്റിയും കൂടി ഉണ്ടാകും. അങ്ങനെയാണ് നമുക്ക് പറയാം അർബൻ സസ്റ്റൈനബിലിറ്റി നമുക്ക് പറയാം. അർബൻ സസ്റ്റൈനബിലിറ്റി അച്ചീവ് ചെയ്യണമെങ്കിൽ അതല്ലെങ്കിൽ അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ബേസിക് 4 പില്ലേഴ്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അതൊക്കെ ഇൻ ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഉള്ളത് സസ്റ്റൈനബിൾ സിറ്റീസ് ആണ്. സസ്റ്റൈനബിൾ സിറ്റീസും ഉണ്ട്, അതേപോലെ തന്നെ സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടും ഉണ്ട്. സസ്റ്റൈനബിൾ സിറ്റീസും ഉണ്ട്, അതേപോലെ തന്നെ സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടും ഉണ്ട്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.